ഹലോ വെൽക്കം ഓൾ ഓഫ് യു. നമ്മളിത് വന്നിട്ടുള്ളത് നമ്മുടെ സെം 1 ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതാണെന്ന് ചോദിച്ചിട്ട് കുറേയധികം മെസ്സേജസ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരു റിപ്ലൈ എന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ ആൻസേഴ്സ് കംപ്ലീറ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, അതല്ല ഒരു മെഗാ മാരത്തോൺ റിവിഷൻ നിങ്ങൾക്ക് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ, എല്ലാം പഠിച്ചു കഴിഞ്ഞ് ലാസ്റ്റ് ഒരു ഫൈനൽ റിവിഷൻ എന്നുള്ള പോലെ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അതല്ല ഒന്നും നോക്കിയിട്ടില്ല, എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് വേണം എക്സാമിന് പോവാൻ, തലേ ദിവസം നോക്കാനായിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ എന്നുള്ള രീതിക്കാണെന്നുണ്ടെങ്കിലും നമ്മുടെ മെഗാ മാരത്തോൺ നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും ആ ഒരു മെഗാ മാരത്തോൺ വീഡിയോ എത്രത്തോളമാണ് നമ്മുടെ എക്സാമിന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയച്ചേക്കുക. വിളിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആവണം എന്നില്ല നമ്മൾ, കാരണം വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ ഇടയിലൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടേക്കാം കേട്ടോ. നിങ്ങളുടെ സെം ഏതാണ്, അതേപോലെ തന്നെ നിങ്ങളുടെ കോഴ്സ് ഏതാണ് എന്നുള്ള വിവരങ്ങളൊക്കെ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടേക്കാം. നമ്മൾ ഉടനെ തന്നെ റിപ്ലൈ തരാൻ നോക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ സാധാരണക്കാർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് നമ്മുടെ ക്ലാസ്സസ്, അതും റെക്കോർഡഡ് ക്ലാസ്സസ് ആയിട്ടാണ്. നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കാണാം. ജോലിയുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും പാരലൽ കോഴ്സ് എടുത്ത് പഠിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിലൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്ന രീതിക്കാണ് നമ്മുടെ ക്ലാസ്സസ് വരുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തോളാം, കോൺടാക്ട് ചെയ്തോളാം കേട്ടോ. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, തിയറീസ് ഓൺ ഒറിജിൻ ഓഫ് ലാംഗ്വേജ്. ഇത് നമ്മൾ കുറേയധികം പ്രാവശ്യം ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. തിയറീസ് എന്തൊക്കെയാണെന്നുള്ളത്, ബോവോ തിയറി, ഡിങ് ഡോങ് തിയറി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചധികം തിയറീസ് വരുന്നുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അത് പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഈസിയാണ്, അതൊരിക്കലും വിട്ട് കളയരുത് കേട്ടോ. ഇനി ഓൾ ഫുൾ ഫോംസ്, അതായത് നിങ്ങളുടെ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ ടെക്സ്റ്റിൻ്റെ അകത്ത് കുറേ ഭാഗത്തായിട്ട് ചെറിയ ചെറിയ വാക്കുകളെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ PDF ഒക്കെ ചോദിക്കലുണ്ട് എക്സാമിന്. അപ്പോൾ PDF ചോദിച്ചാൽ PDF നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടേം ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ എക്സ്പാൻഷൻ ചോദിച്ചാൽ പലർക്കും അറിയില്ല. അപ്പോൾ അതൊക്കെ എന്താണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ വാക്കുകളൊക്കെ എന്താണ് എന്നുള്ളതെല്ലാം സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് തന്നെ നമ്മുടെ ക്ലാസ്സിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജോയിൻ ചെയ്യണമെന്നുള്ളവർ ജോയിൻ ചെയ്തോളൂ കേട്ടോ. ഇനി ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് വരുന്ന തടസ്സങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതൊരു സെപ്പറേറ്റ് എസ്സേ ആയിട്ട് തന്നെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്, നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഇനി എഡ്യൂക്കേറ്റ്സ് എന്ന് പറയുമ്പം മര്യാദകളാണ്. അതായത് നമ്മളൊരു പൊതുസമൂഹത്തിൽ പാലിക്കേണ്ടതായിട്ടുള്ള മര്യാദകൾ, ലിസൺ ചെയ്യുന്ന സമയത്ത്, കേൾക്കുന്ന സമയത്ത്, അല്ലാന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ടുള്ള, നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള മര്യാദകളൊക്കെ എന്തൊക്കെയാണ് എന്നുള്ള രീതിക്കാണ് എഡ്യൂക്കേറ്റ്സ് വരുന്നത്. ഇനി 4 സ്കിൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അതും ഒരു സെപ്പറേറ്റ് എസ്സേ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് എന്തൊക്കെ സ്കില്ലാണ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വേണ്ടതായിട്ടുള്ളത്. നമുക്ക് തന്നെ അറിയാവുന്നതാണ്, ഈ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷനിൽ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി ഏറ്റവും ഈസിയസ്റ്റ് ഫോമിൽ നിങ്ങൾക്ക് PDF ആയിട്ടോ, അല്ലെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ നിങ്ങൾക്ക് PDF ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, ടൈപ്സ് ഓഫ് ലിസണിങ്. ആക്റ്റീവ് ലിസണിങ് ഉണ്ട്, പാസീവ് ലിസണിങ് ഉണ്ട്, അതിൻ്റെ എക്സാമ്പിൾസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ വട്ടം പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ടൈപ്സ് ഓഫ് ലിസണിങ് എന്നുള്ളത് ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ സിങ്ക്രോണസ് ആൻഡ് അസിങ്ക്രോണസ് കമ്മ്യൂണിക്കേഷൻ. സിങ്ക്രോണസ് എന്ന് വെച്ചാൽ തന്നെ എന്താണ്, ഒരേ സമയം നടക്കുന്നത് എന്നുള്ള രീതിക്കാണ് സിങ്ക്രോണസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അസിങ്ക്രോണസ് ആണെന്നുണ്ടെങ്കിലോ എന്തൊരു കാര്യത്തിൻ്റെ മുന്നേ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ സിങ്ക്രോണസ് ഒരേ സമയം കാണിക്കുന്നത്, അല്ലെങ്കിൽ ഒരേ സമയത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതും, അസിങ്ക്രോണസ് ആണെന്നുണ്ടെങ്കിൽ ഒരേ സമയമല്ലാത്ത കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കത്തയക്കുന്ന സമയത്ത് കത്തയക്കുന്നത് ഒരു സമയത്തായിരിക്കും. പണ്ട് കാലത്ത് കുറേ അധികം ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക, കത്ത് റിസീവ് ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ കത്ത് നമ്മുടെ അടുത്ത് കിട്ടുന്നത് കുറച്ചധികം ദിവസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും. ദിവസങ്ങൾ പോട്ടെ, ഇനി അന്ന് തന്നെ കിട്ടുകയാണെന്നുണ്ടെങ്കിലും രാവിലെ അയക്കുന്നു രാത്രി കിട്ടുന്നു എന്നുള്ള രീതിക്കാണ് എന്നുണ്ടെങ്കിലും അത് രണ്ടും 2 സമയത്താണ് നടക്കുന്നത്. അപ്പോൾ 2 സമയത്ത് നടക്കുന്നതിനെയാണ്, അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ എന്ത് പറയണത്, അസിങ്ക്രോണസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയണത്. ഓക്കെ, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് വലിയ രീതിക്ക് ഡീറ്റെയിൽഡ് ക്ലാസ് ആയിട്ട് പോവാത്തത് കേട്ടോ. ഇനി ഗ്ലോബൽ ലാംഗ്വേജ് ആൻഡ് ബൈലിംഗ്വലിസം. അപ്പോൾ ഈ ബൈലിംഗ്വലിസം എന്താണ്, മൾട്ടി ലിംഗ്വലിസം എന്താണ് എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് 2 മാർക്സിന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഒന്നുമില്ല, ബൈ എന്ന് വെച്ചാൽ തന്നെ എന്താണ്, 2 എന്നാണ് അർത്ഥം അല്ലേ. ബൈസൈക്കിൾ എന്ന് പറയുമ്പോൾ എന്താണ്, 2 എന്നുള്ള രീതിക്കാണ് പറയുന്നത്. അപ്പം ബൈ എന്നുള്ളത് എവിടെ കണ്ടാലും 2 എന്നുള്ള മീനിങ് ആണ് നമ്മുടെ മനസ്സിലാദ്യം വരേണ്ടത്. ഇനി മൾട്ടി എന്നുള്ളതോ, മൾട്ടി ലിംഗ്വലിസം
ലിംഗ്വലിസം എന്താണെന്നുള്ളതും സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാം. അപ്പോൾ മൾട്ടി എന്ന് വെച്ചാൽ തന്നെ എന്താണ്, രണ്ടിൽ കൂടുതൽ എന്നുള്ള രീതിക്കാണ് വരണത്. ഓക്കെ, അപ്പോൾ ബൈ ലിംഗ്വലിസം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രണ്ട്, ലിംഗ്വലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ലാംഗ്വേജ് റിലേറ്റ് ചെയ്തിട്ടാണ് വരണത്. അപ്പം ബൈ ലിംഗ്വലിസം എന്ന് പറയുമ്പം രണ്ട് ലാംഗ്വേജ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു കപ്പാസിറ്റിയും, മൾട്ടി ലിംഗ്വലിസം എന്ന് പറയുമ്പം രണ്ടിൽ കൂടുതൽ ലാംഗ്വേജ് എന്നുള്ള മീനിങ്ങുമാണ് വരണത്. ഓക്കെ, ഇനി സ്കാനിങ്ങും സ്കിമ്മിങ്ങും ഇത് നമുക്ക് അറിയാവുന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളൊരു ബുക്ക് വായിക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇങ്ങനെ ഓരോ വേർഡും കൃത്യമായിട്ട് അതിൻ്റെ പ്രൊനൗൺസിയേഷനൊക്കെ കൃത്യമായിട്ട് വായിച്ച് പോവുകയും ചെയ്യും. അതല്ല, നമുക്കിപ്പോൾ ഒരു ബുക്ക് ഷോപ്പിൽ പോയി നമുക്കൊരു ബുക്ക് എടുക്കണം. അപ്പോൾ ആ ബുക്കിൻ്റെ ആമുഖം വായിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ഇരുന്ന് കൃത്യമായിട്ട് ഓരോ വാക്കും ഇങ്ങനെ വായിച്ചു പോകലല്ലോ ചെയ്യുക, നമ്മളിങ്ങനെ ജസ്റ്റ് അങ്ങനെ വായിച്ചു പോകല്ലേ ചെയ്യുക. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, സ്കിമ്മിങ് എന്ന് പറയുക. സ്കാനിങ് എന്ന് പറയുമ്പോഴോ കൃത്യമായിട്ട് ഒരു വാക്ക് അത് കിട്ടണം നമുക്ക്, അപ്പോൾ അതിനെ സ്കാൻ ചെയ്ത് നോക്കുകയാണ്, ഓരോ വാക്കുകളും സ്കാൻ ചെയ്ത് പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്കാനിങ് ആയിട്ട് കണക്കാക്കാം. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡെഫിനിഷൻസ് എങ്ങനെ എഴുതും എന്നുള്ള പേടി വേണ്ട, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ തരുന്നതായിരിക്കും കേട്ടോ. ഇനി റീഡിംഗ് ടെക്നിക്സ് ഒരു 6 റീഡിംഗ് ടെക്നിക്സ് വരുന്നുണ്ട്. അതെല്ലാം എന്താണ് എന്നുള്ളതും അതിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ എക്സാമ്പിൾസും അതെങ്ങനെയാണ് എന്നുള്ളതും എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഒരു എസ്സേക്കോ അല്ലാന്നുണ്ടെങ്കിൽ 5 മാർക്കിനോ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലാസിഫിക്കേഷൻ ഓഫ് സ്പീച്ചസ് പല രീതിക്കുണ്ട്. അതേപോലെ തന്നെ സ്പീച്ചസ് പറയുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഓഡിയൻസും പല രീതിക്കുണ്ട്. ഇതിന്ന് രണ്ടിൽ നിന്നും നിങ്ങൾക്ക് 5 മാർക്ക് ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി ലേണിംഗ് ഡിസബിലിറ്റീസ്, ഇത് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ചില കുട്ടികൾക്ക് നമ്പേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ചില കുട്ടികൾക്ക് ഓരോ ലെറ്റേഴ്സ്, ചില കുട്ടികൾ എത്ര പറഞ്ഞു കൊടുത്താലും ആ ലെറ്റർ തല തിരിച്ചിടുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതൊക്കെ എന്താണ്, ഒരു രീതിയിലുള്ള ലേണിംഗ് ഡിസബിലിറ്റീസ് ആണ്. അപ്പോൾ അതൊക്കെ എന്താണ് എന്നുള്ളത് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി ലിത്തോഗ്രഫി, ക്യൂണിഫോം, വുഡ് ബ്ലോക്ക് പ്രിൻറ്റിങ്, ഇതിലേതെങ്കിലും ഒന്ന് 2 മാർക്കായിട്ട് ഷുവർ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഇനി ടെക്നോളജി ഇൻ ദി കറണ്ട് ലാംഗ്വേജ് യൂസ്, ഇത് റെലവൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ റെലവൻറ്റ് പാറ്റേണിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത് എന്നുണ്ടെങ്കിൽ ഒരു ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ടെക്നോളജി ഇൻ ദി കറണ്ട് ലാംഗ്വേജ് യൂസ് എന്ന് പറയുന്നത്. ഇനി ഓഫ്സെറ്റ് ആൻഡ് ഡിജിറ്റൽ പ്രിൻറ്റിങ് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ സെപ്പറേറ്റ് ആയിട്ട് 2 കോളംസ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് വാട്ട് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഓഫ്സെറ്റ് ആൻഡ് ഡിജിറ്റൽ പ്രിൻറ്റിങ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ടേബിൾ ആയിട്ട് തന്നെ ഇത് രണ്ടും പഠിച്ചോളുക കേട്ടോ. ഇനി ഇ ബുക്ക് അഡ്വാൻറ്റേജസ്, ഇ ബുക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, ഇലക്ട്രോണിക് ബുക്സ് ആണ്. അതിൻ്റെ ചിലപ്പോൾ നമ്മൾ ചെറുതാണ് അല്ലെങ്കിൽ വളരെ സിമ്പിളാണെന്ന് പറഞ്ഞ് വിട്ട് കളയുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കാം ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക. അപ്പോൾ അതറിയാതെ പോകരുത്, അതിന് മാർക്ക് കിട്ടാതെ ആയിട്ട് പോകരുത്. അപ്പോൾ ഇ ബുക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, ഇലക്ട്രോണിക് എന്നുള്ള രീതിക്കാണ് വരണത്. ഒന്നുമില്ല, നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ നിങ്ങളുടെ ബുക്സ് കയ്യിൽ കിട്ടുന്നതിന് മുന്നേ ആയിട്ട്, ചിലപ്പോൾ പോസ്റ്റൽ വഴിയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക, അപ്പോൾ കയ്യിൽ കിട്ടുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ സൈറ്റിൽ കയറി SLM പോർട്ടൽ എന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബുക്കെല്ലാം സൈറ്റിൽ PDF ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു യൂസ് എന്താണ്, നിങ്ങൾക്ക് ടൈം വരുന്നില്ല, അവിടെ പോകുന്ന ടൈം വരുന്നില്ല, പോയി വാങ്ങുന്ന ടൈം വരുന്നില്ല, ബുക്ക് വാങ്ങുന്ന കോസ്റ്റ് വരുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത് എന്നുള്ള കാര്യം ആലോചിച്ച് വെച്ചേക്കാം കേട്ടോ. ഇനി ഇമോജീസും ഇമോട്ടിക്കോൺസും. ഇമോജീസ് എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇമോജീസ് ഇല്ലാതെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ പറ്റാത്തൊരവസ്ഥയാണല്ലോ ഇപ്പോൾ ഉള്ളത്. ഇനി ഇമോട്ടിക്കോൺസ് ആണെന്നുണ്ടെങ്കിൽ കീബോർഡിൽ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് വരുന്ന ഇമോജീസ് ഉണ്ടാകും. അതായത് ഒരു ബ്രാക്കറ്റും അതേപോലെ തന്നെ 2 ഡോട്ടും ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സ്മൈലി ഇമേജ് ആയിട്ടാണ് നമ്മളത് കണക്കാക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്ന് ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഇനി ടെക്നിക്കൽ ടേംസ് യൂസ്ഡ് ഇൻ ICT, ഇതേപോലെ തന്നെ എക്സ്പാൻഡ് ചെയ്യാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ PDF എക്സ്പാൻഡ് ചെയ്യാൻ വന്നു, അല്ലെങ്കിൽ ICT എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു എന്നുള്ളതൊക്കെ. അപ്പോൾ അതൊക്കെ എന്താണ്, ഈ ഒരു എക്സ്പാൻഡഡ് ഫോമിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി അതിനെക്കുറിച്ചിട്ട് കൂടുതൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു 5 മാർക്കായിട്ടും വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഫയൽ ഫോർമാറ്റ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫയൽ ഫോർമാറ്റ് ഏതൊക്കെ രീതിക്ക് നമ്മുടെ ഡാറ്റ
ഡാറ്റാസ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും എന്നുള്ളതെല്ലാം ഡിസ്കസ് ചെയ്തുകൊണ്ട് ഒരു 2 മാർക്ക് ക്വസ്റ്റ്യനോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു 5 മാർക്ക് ക്വസ്റ്റ്യനോ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി കോമൺ എറർ ഇൻ സോഷ്യൽ മീഡിയ, ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടോ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്തൊക്കെ എറേഴ്സാണ് മെയിനായിട്ടും സോഷ്യൽ മീഡിയയിൽ വരുന്നതായിട്ടുള്ളത്, അല്ലെങ്കിൽ ഗ്രാമർ മിസ്റ്റേക്സ് സ്പെസിഫൈ ചെയ്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് അറിയുന്ന രീതിക്കുള്ള ഗ്രാമർ മിസ്റ്റേക്സ് ഒക്കെ നമുക്ക് അവിടെ എഴുതാവുന്നതാണ്. അതായത് ഇപ്പോൾ ഒരു സെൻറ്റൻസ് തുടങ്ങുന്ന സമയത്ത് ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് ആ സെൻറ്റൻസ് തുടങ്ങാൻ പാടുള്ളൂ എന്നുള്ളത് ബേസിക് ആയിട്ടുള്ളൊരു ഗ്രാമറാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ എഴുതാവുന്ന കാര്യങ്ങളാണ്, അതിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന പോയിൻറ്റ്സ് ആണ്. അപ്പം അങ്ങനെ നമുക്കറിയുന്ന പോയിൻറ്റ്സും ഇതിൽ എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളതെല്ലാം നമ്മുടെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഒരു സെൻറ്റൻസ് അവസാനിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഫുൾ സ്റ്റോപ്പോടെ വേണം അവസാനിക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്കോടെ വേണം അവസാനിക്കാൻ എന്നുള്ള ബേസിക് കാര്യങ്ങളൊക്കെ നമുക്കിതിൽ എഴുതാവുന്നതാണ്. ഓക്കെ, ഇനി 3 ടൈപ്സ് ഓഫ് സൈബർ ക്രൈം. സൈബർ ക്രൈംസിന് നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റിൽ ലാസ്റ്റ് ബ്ലോക്കിലായിട്ട് ലാസ്റ്റ് ചാപ്റ്റേഴ്സിലേക്ക് വരുന്തോറും ഒരു ടേബിൾ കാണാനായിട്ട് സാധിക്കും. സൈബർ ക്രൈംസ് എന്തെല്ലാമാണ്, അതെന്തൊക്കെയാണ് എന്നുള്ളത് റിലേറ്റ് ചെയ്തിട്ട് അതിലേതെങ്കിലും ഒന്ന് ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്, നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഇനി കോമൺലി ഒക്കറിങ് സൈബർ സ്പേസ് അബ്യൂസസ് എന്തൊക്കെയാണ്. അപ്പോൾ ഈ ഒരു സൈബർ ക്രൈം എന്താണ്, അല്ലാന്നുണ്ടെങ്കിൽ സൈബർ സ്പേസ് അബ്യൂസസിനെ റിലേറ്റ് ചെയ്തിട്ട് ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് സൈബർ ക്രൈമിനെ റിലേറ്റ് ചെയ്തിട്ട് എന്തായാലും ഒരു 5 മാർക്ക് ക്വസ്റ്റ്യനോ 2 മാർക്ക് ക്വസ്റ്റ്യനോ ഷുവർ ആണ് എന്നുള്ളത് ആലോചിച്ച് വെച്ചേക്കാം കേട്ടോ. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ഫങ്ഷൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഇത് കഴിഞ്ഞ പേപ്പറിൽ ക്വസ്റ്റ്യൻ വന്ന സമയത്ത് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നമുക്ക് കമ്മ്യൂണിക്കേഷനെ പറ്റി പഠിക്കുമ്പോൾ തന്നെ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അതേപോലെ തന്നെ 4 സ്കിൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഫങ്ഷൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഇത് 4ഉം തെറ്റാതെ എങ്ങനെ പഠിക്കാം എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. ഇനി വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, ഇത് എന്തിൻ്റെ അകത്ത് വരുന്നതാണ്, ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ അകത്ത് വരുന്നതാണ്. വെർബൽ എന്ന് പറയുമ്പോൾ എന്താണ്, വെർബ് നമ്മൾ വേർഡ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ സംസാരിച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ വേർഡ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, വെർബൽ കമ്മ്യൂണിക്കേഷനാണ്. ഇനി നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഞാൻ പറയുന്ന ഒരു എക്സാമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും വേണോ, നിനക്കിത് വേണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ വേണ്ട അല്ലെങ്കിൽ എനിക്ക് ഇത് വേണ്ട എന്ന് മുഴുവനായിട്ട് പറയാൻ നിൽക്കില്ല. നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഷോൾഡർ ഇങ്ങനെ കുലുക്കി എന്ന് കാണിക്കും. അപ്പോൾ അതെന്താണ്, നമ്മൾ അവിടെ ഒന്നും പറയണില്ല, വേർഡ്സ് യൂസ് ചെയ്യണില്ല, പക്ഷേ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കൊന്ന് മനസ്സിലാവും ആ വേണ്ട എന്നാണ് പറഞ്ഞത്. അത് ഒരു എന്ത് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ്, വെർബൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക കേട്ടോ. ഇനി ടൈപ്സ് ഓഫ് സെൻറ്റൻസസ്, ഏതൊക്കെ ടൈപ്സ് സെൻറ്റൻസസ് ഉണ്ട്, ഇംപറേറ്റീവ് സെൻറ്റൻസസ് ഉണ്ട്, അതേപോലെ ഏതൊക്കെ ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് ഉണ്ട് എന്നുള്ളതും പെർസ്വാസീവ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ഇപ്പോൾ ഒരു പരസ്യം കാണുകയാണ്, നിങ്ങൾ ഇതിലേക്ക് ജോയിൻ ചെയ്തോളൂ, നിങ്ങളുടെ ലൈഫ് സെറ്റ് ആവും എന്നുള്ള രീതിക്കുള്ള കുറേ എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോമിൻ്റെ പരസ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഒരു രീതിക്ക് നമ്മളെ നിർബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ കൺവിൻസ് ചെയ്യുന്ന രീതിക്കുള്ള പരസ്യങ്ങളാണ്. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് എന്ത് പറയാം, പെർസ്വാസീവ് എന്നുള്ളത് പറയാം. അതിൻ്റെ സ്പെല്ലിങ്ങും അതേപോലെ തന്നെ അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻസൊക്കെ നമ്മൾ വേറെ ക്വസ്റ്റ്യൻസിലായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തോളൂ, കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതേപോലെയുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക്